അതെ, നമുക്ക് നല്ല അടിപൊളി ഒരു മോമോസ് ഉണ്ടാക്കി നോക്കിയാലോ? അത് നല്ല ഏത്തപ്പഴം വെച്ചിട്ട് അതിനുള്ളിൽ ഒരു ഫില്ലിങ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവേ. അപ്പോൾ ഞാൻ ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഏത്തപ്പഴം വേണം. അതൊന്ന് ഞാൻ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് വലുപ്പം കൂടി പോകാൻ പാടില്ല. കാരണം നമുക്ക് ഫില്ലിങ്സ് അതിൽ നിറയ്ക്കേണ്ടതായതുകൊണ്ട് തന്നെ നമുക്ക് കഴിവതും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി അതൊന്ന് നന്നായിട്ട് നെയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം വഴറ്റുന്ന സമയത്ത് നെയ്യ് പോരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നെയ്യ് അങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനൊരു ശകലം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകാതെ നമ്മൾ നോക്കണം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ, അപ്പം അതുകൂടി നമ്മൾ ചിരണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട. എന്തേരെയാണോ നമ്മൾ പൊടി എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഫില്ലിങ്സ് മാത്രം നമ്മൾ തയ്യാറാക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ കുറച്ച് തേങ്ങായും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആ പച്ചക്കുത്തൽ മാറുന്ന വരെ മാത്രം മതി കേട്ടോ. ഇനി ഇത്തിരി ഫ്ലേവറിനായിട്ട് ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി മധുരത്തിനായിട്ട് ഞാൻ 1 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും ചേർത്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇളക്കി ഒന്ന് ചൂട് കയറിയാൽ മതി. നമുക്ക് അന്നേരം തന്നെ ഒന്ന് താത്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡിയായി. ഇനി നമുക്ക് മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വെള്ളം കുറച്ചെടുത്തിട്ട് ഒന്ന് വെട്ടി തിളച്ച് വരട്ടെ. അപ്പോൾ തിളച്ച വെള്ളം ചേർത്തിട്ട് മാവ് കുഴയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്, ഇത്തിരി സോഫ്റ്റായിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മാവ് എടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു സ്വല്പം ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങളത് സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പം ഞാൻ ഇത്തിരി സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് പൊടിയുടെ കൂട്ടത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒരുപാട് കൂടി പോകാൻ പാടില്ല. കാരണം നമുക്ക് ആ മോമോസ് ഉണ്ടാക്കി എടുക്കേണ്ടതുകൊണ്ട് ഒത്തിരി ലൂസായിട്ടുള്ള ഒരു ഇതിലല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനൊന്ന് വെച്ച് കൊടുക്കാം. കാരണം ഒന്ന് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ആ ഒരു കൂട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ശകലം നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഏകദേശം നല്ലൊരു സോഫ്റ്റൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം തന്നെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഫില്ലിങ്സൊക്കെ നിറച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഓരോരോ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഫില്ലിങ്സ് എല്ലാം നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് കൈ വെച്ചിട്ട് ഇത് ഈ കാണുന്നത് പോലെ നമുക്കൊന്ന് പരത്തി കൊടുക്കണം, ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ. അപ്പോൾ ഇതാണ് നമ്മുടെ അതിനകത്ത് വെച്ച് കൊടുക്കാനുള്ള ഫില്ലിങ്സ്. അപ്പം അതും റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ആ ഓരോ ഉരുളകളും എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് പരത്തി കൊടുക്കാം. തീർത്തും നൈസായിട്ടല്ല, ഇത്തിരി കട്ടിക്ക് തന്നെ വേണം. എന്നിട്ട് നമുക്കൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഫില്ലിങ്സ് എടുത്തിട്ട് അതിനുള്ളിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ്സും അതിൻ്റെ അകത്ത് വെച്ചിട്ട് നേരെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് അതൊന്ന് അമക്കി കൊടുക്കണം. അതായത് ഫില്ലിങ്സ് വെച്ചതിന് ശേഷം അതൊന്ന് മടക്കുക. മടക്കിയിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കിനും മാവായതുകൊണ്ട് തന്നെ മാവങ്ങ് ജസ്റ്റ് ഒട്ടിപ്പിടിച്ചോളും. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഏത് രീതി വേണമെങ്കിലും നമുക്ക് മോമോസിൻ്റെ സ്റ്റൈല്, അതായത് ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ ഫോർക്ക് വെച്ചിട്ട് ആ സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് മറ്റേ ചിപ്പിയുടെയൊക്കെ പോലത്തെ ഒരു ഷേപ്പൊക്കെ കിട്ടും. അപ്പോൾ അത് കാണാനും ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ അതുണ്ടാക്കി കഴിയുമ്പോൾ അത് കഴിക്കാൻ അതിനേക്കാട്ടിലും രസമാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇതുപോലെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ബാക്കിയെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് വേണം നമുക്കിത് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തതും അതുപോലെ തന്നെ ചെയ്തിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പ്രസ് ചെയ്ത് ഓരോന്നും ഇതുപോലെ ഫില്ലിങ്സും വെച്ച് കൊടുത്തിട്ട് നമുക്ക് പ്രസ് ചെയ്ത്
ഇതുപോലെ എല്ലാം ആക്കിയെടുക്കാം. ഇതെല്ലാം ആക്കിയെടുത്തതിന് ശേഷം വേണം നമുക്കൊന്ന് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൽ കൂടെ ഒന്ന് ലൈക്കും ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളൊന്നുകൂടെ കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ അപ്പച്ചെമ്പിൻ്റെ അകത്ത് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് മോമോസ് എല്ലാം അതിലോട്ടൊന്ന് പെറുക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ. ഇതിന് നേരെ ഫ്രൈ ചെയ്യേണ്ടവർക്കാണെങ്കിൽ ഫ്രൈയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ മോമോസിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പറയാതിരിക്കാൻ പറ്റത്തില്ല, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. എക്സ്പെഷ്യലി അതിൻ്റെ ഫില്ലിങ്സിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അങ്ങനെ അങ്ങ് കഴിക്കുമ്പോഴത്തേക്കിനും ഭയങ്കര രുചിയാണ്. അപ്പം ഇത് കാണുന്നവരെല്ലാവരും തന്നെ ഒരു വട്ടമെങ്കിലും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട് ഈ ഒരു നമ്മുടെ ഒരു സ്വീറ്റ് മൊമോസിന്. പ്രത്യേകിച്ച് പഴത്തിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബായ്.